ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു മീൻകറിയുടെ വീഡിയോ ആണ്. അപ്പം ഈ നല്ല കുറുകിയ ചാറോടുകൂടി നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മീൻകറിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി വേണം. അപ്പം മീൻ കറി വെക്കാനായിട്ട് ഞാൻ ആദ്യം 4 മീൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വരഞ്ഞിട്ട് അരപ്പ് പുരട്ടി വെച്ചിരിക്കുന്നതാണ്. അയിലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീനെ ഞാൻ ഒരുപാട് മുരിച്ച് എടുക്കുന്നില്ല, കുറച്ച് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ മീനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കറി വെക്കാനായിട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ചേർക്കാനായിട്ടുള്ള പൊടികളായിട്ട് 3 സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്, ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി കറി വെക്കാനായിട്ട് ഞാൻ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്, അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഇഞ്ചി വെളുത്തുള്ളി കളർ മാറിയതിന് ശേഷം ഞാൻ അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മൾ അരിഞ്ഞ സവാള കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചെറിയ ഉള്ളി കുറച്ചധികം ചേർക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തു വച്ചിരിക്കുന്ന പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പൊടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ചെറിയ തീയിലിട്ടതിന് ശേഷമാണ് പൊടികൾ മൂപ്പിച്ചെടുക്കേണ്ടത്. പൊടി മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഉപ്പ് കറക്റ്റായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം ഇനി അതിലേക്ക് ഞാൻ 2 കഷ്ണം കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കിടന്ന് നന്നായിട്ട് തിളച്ച് ഈ മീനിലേക്ക് എരിയും ഉപ്പും ഒക്കെ പിടിച്ചതിന് ശേഷം നമുക്ക് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞതിന് ശേഷം തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതേ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.